Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something big in your life today. ഇന്ന് കർത്താവ് എന്തോ വലിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. And these days we are getting a lot of comments. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി കമന്റ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. Thank you for all those who are sending beautiful, wonderful comments. വളരെ മനോഹരമായിട്ടുള്ള അതിശയിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ എല്ലാ കമന്റ്സിനും പ്രത്യേകമായി. I will read out one comment from Seema Wilson. സീമ വിൽസന്റെ ഒരു കമന്റ് ഞാൻ വായിക്കാൻ പോവുകയാണ്. She says, I love Blessing Today and I start my day with Blessing Today Morning Glory. എനിക്ക് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം വളരെ സന്തോഷമാണ്. അതുമാത്രമല്ല ഞാൻ ഓരോ ദിവസവും തുടങ്ങുന്നത് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിനൊപ്പമാണ്. And when I'm sad, I see a morning glory. എപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുമോ അപ്പോഴൊക്കെ ഞാൻ പോയി മോർണിംഗ് ഗ്ലോറി കാണും. And all my worry will turn to happiness. അപ്പോൾ എൻ്റെ എല്ലാ സങ്കടവും സന്തോഷമായി മാറും. Thank you all Blessing Today members എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ അംഗങ്ങൾക്കും നന്ദി. for praying for each family. ഓരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. Thank you so much for starting morning glory. മോർണിംഗ് ഗ്ലോറി തുടങ്ങിയതിന് പ്രത്യേകമായി നന്ദി. When I see a morning glory, I get all my answers. മോർണിംഗ് ഗ്ലോറി കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നു. Thank you so much Seema Wilson for that wonderful comment. ഈ ഒരു മനോഹരമായ കമന്റിന് സിസ്റ്റർ സീമ വിൽസണിനോടുള്ള പ്രത്യേകമായി നന്ദി. This really encourages us. ഇത് ഞങ്ങളെ കൂടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. And this is the same testimony many people can share. ഇത്തരത്തിലുള്ള ടെസ്റ്റിമണി ഒത്തിരി പേർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. And I encourage you to send your valuable comments of once the live program is over. ഈ ലൈവ് പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് രേഖപ്പെടുത്തുവാനായിട്ട്. Okay, let's pray for the sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Oh, thank you so much. കർത്താവെ, തൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള ജീവിത പങ്കാളിയെ തനിക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിലേക്കുള്ള വഴി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ വരാപ്പുഴയിൽ നിന്ന് സന്ധ്യയാണ്. Thank you so much Sandhya. കർത്താവെ, മാതാപിതാക്കളായ സദാശിവൻ, സരോജം ഇവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനും രക്ഷിക്കപ്പെടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ ഡയബറ്റീസ് നോർമലാകുവാൻ, കിഡ്നിയുടെ പ്രവർത്തനം സാധാരണഗതിയിലാകുവാൻ, കാലിലെ വീക്കം മാറുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ആലുവയിൽ നിന്ന് ജയശ്രീ സുരേഷനാണ്. Thank you so much Jayashree. കർത്താവെ, തൻ്റെ മകൾ ശരണ്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ മകൻ സുരാജിന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും മുഴു കുടുംബവും രക്ഷിക്കപ്പെടുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Over to Blessing Today Praise and Worship team. പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ ഒരു ദിവസം കൂടെ നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്തുതികളുടെ മീതെ വരികയും ആ എല്ലാ ദൈവിക നന്മകളാലും ദൈവ സാന്നിധ്യത്തിൻ്റെ എല്ലാ നന്മകളാലും അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനാകുന്ന ദൈവമേ. ചേർന്ന് പാടാം, വാഴ്ത്തുന്നു ഞാൻ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാം മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാം മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, എൻ യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ.
സ്തുതിക്കുന്നു ഞാൻ, സ്തുതിക്കുന്നു ഞാൻ. സ്തുത്യൻ തന്നാഥൻ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുദ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യൻ തന്നാഥന്റെ കരവിരുദ മഹിമൈ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനോ. മഹിമൈ പ്രഭു താൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനോ. All right, let us go to some more names and titles of our Lord Jesus. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള മറ്റു ചില പേരുകളിലേക്കും സ്ഥാനപ്പേരുകളിലേക്കും നമുക്ക് വേഗത്തിൽ പോകാം. I think the next one is 74th. അടുത്തത് 74-ാമത്തേതാണ് Prophet. പ്രവാചകൻ. Luke 24 verse number 19. ലൂക്കോസിന്റെ സുവിശേഷം 24:19. There it is mentioned that Jesus is a prophet, mighty in deed and word. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ എന്ന പേരിലാണ്. Many people think that Jesus was just an ordinary prophet. ഒത്തിരി ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് യേശു ഒരു സാധാരണ പ്രവാചകനാണെന്നാണ്. But Jesus is not just an ordinary prophet, എന്നാൽ യേശു ഒരിക്കലും ഒരു സാധാരണ പ്രവാചകനല്ല. but he is more than an ordinary prophet. മറിച്ച് അവൻ അതിനേക്കാൾ ഒക്കെ ഒരു അസാധാരണ പ്രവാചകനാണ്. To Moses once God gave a promise. ഒരിക്കൽ മോശയ്ക്ക് ദൈവം ഒരു വാഗ്ദാനം നൽകി. I will raise up a prophet from your brothers just like you. സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. So people were always waiting for that kind of a prophet to come. അത്തരത്തിലുള്ള ഒരു പ്രവാചകൻ എഴുന്നേൽക്കുവാൻ വേണ്ടി ജനങ്ങളെല്ലാം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. Moses was a great prophet. മോശ ഒരു മഹാനായ പ്രവാചകനായിരുന്നു. Moses was a face-to-face prophet. അവൻ ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരു പ്രവാചകനായിരുന്നു. Because for others they were receiving prophecies through dreams or visions or through some other prophetic symbols. മറ്റ് പ്രവാചകന്മാരാകട്ടെ അവർ സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ മറ്റ് പ്രവചന കാര്യാദികളിലൂടെയൊക്കെയാണ് അവർക്ക് പ്രവചനം ലഭിച്ചുകൊണ്ടിരുന്നത്. But God communicated with Moses face to face. എന്നാൽ ദൈവം മോശയോടാകട്ടെ മുഖാമുഖം സംഭാഷിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. And from your brothers a prophet like you will be raised. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരും. So whenever a prophet rose up, they always thought, will he be that prophet? എപ്പോഴൊക്കെ ഒരു പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനം ചിന്തിക്കും, ആ പറഞ്ഞ പ്രവാചകനാണോ ഈ പറയുന്ന പ്രവാചകൻ? The last such question was asked to John the Baptist. എന്നാൽ ഈ ചോദ്യം അവസാനമായി ചോദിച്ചത് യോഹന്നാൻ സ്നാപകന്റെ കാര്യത്തിലാണ്. And they asked, are you that prophet? നീ ആ പറഞ്ഞ പ്രവാചകനാണോ? He said, no, I am not that prophet. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒരിക്കലുമല്ല, ഞാൻ ആ പ്രവാചകനാണ്. I came just to prepare the way for the Lord. ഞാൻ കർത്താവിന് വേണ്ടി വഴി ഒരുക്കുവാൻ വേണ്ടി വന്നവൻ And a മാത്രമാണ്. mightier guy is on the way. എന്നാൽ എന്നേക്കാൾ വലിയവൻ ദാ എന്നെ പിന്നാലെ വരുന്നുണ്ട്. He will baptize you with fire and the Holy Spirit. എന്നാൽ അവൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ തീയിലും പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കും. So somebody is coming after me. എനിക്ക് പിന്നാലെ വലിയവനായ ഒരുവൻ വരുന്നുണ്ട്. And he came. അവൻ വന്നു. And he is the prophet. അവനാണ് ആ പറഞ്ഞ പ്രവാചകൻ. And he is a prophet mighty in deed and word. ഈ പ്രവാചകന്റെ പ്രത്യേകത അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. That is similar to Moses. അത് മോശയോട് തുല്യമാണ്. Because Moses was not only just prophesying, in deed with mighty deeds, signs and wonders, he was accredited by God. മോശയുടെ കാര്യത്തിൽ മോശ വെറും പ്രവചനം ശബ്ദം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നില്ല, മറിച്ച് ദൈവികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനങ്ങൾ കാണുകെ നടത്തുന്ന ഒരു അത്ഭുത പ്രവാചകനായിരുന്നു. And
Jesus was like that. യേശു കർത്താവും അതുപോലെ തന്നെയായി. He was not just prophesying some words. അവൻ ചില വാക്കുകൾ പറഞ്ഞ് ജനത്തോട് പ്രവചിക്കുക He മാത്രമല്ലായിരുന്നു. performed miracles, അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. signs and wonders. പ്രവർത്തികളും അതുപോലെ മഹത്തായ കാര്യങ്ങളും അവൻ ചെയ്തു. He walked on the sea. വെള്ളത്തിന്റെ മുകളിലൂടെ അവൻ നടന്നു. He stilled the winds. അവൻ കാറ്റിനെ അടക്കി. And he cursed a fig tree and it was dried. അവൻ ഒരു അത്തിയെ നോക്കി ശപിച്ചു, ഉടനടി അത് ഉണങ്ങിപ്പോയി. He turned water into wine. അവൻ വെള്ളത്തെ വീഞ്ഞാക്കി. He raised the dead. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു. He did in numerous miracles. എണ്ണിക്കൂടാനാവാത്ത അത്ഭുതങ്ങൾ അവൻ ചെയ്തെടുത്തു. That's why he is known as the prophet. അതുകൊണ്ടാണ് അവൻ ആ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Mighty in deed and word. വാക്കിൽ പ്രവൃത്തിയിലും അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ശക്തി തെളിയിച്ചവനായിരുന്നു. The prophecies Jesus made is getting fulfilled even now. ഇപ്പോൾ യേശു കർത്താവ് ചെയ്തിട്ടുള്ള ഓരോ പ്രവചനങ്ങളും പറഞ്ഞിട്ടുള്ള ഓരോ പ്രവചനങ്ങളും ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. When Jesus was living on earth, he prophesied to individuals. യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ വ്യക്തികളോട് പ്രവചിച്ചു. He prophesied to cities and countries. അവൻ പട്ടണങ്ങളോടും രാജ്യങ്ങളോടും അവൻ പ്രവചിച്ചു. And he prophesied a lot of end time events, the eschatological things. അതുമാത്രമല്ല അവസാന കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ത്യകാല പ്രവചനങ്ങൾ യേശു കർത്താവ് നടത്തി. He even prophesied his own second coming. തന്റെ രണ്ടാം വരവിനെ കുറിച്ച് പോലും അവൻ പ്രവചിച്ചു. He prophesied about the coming judgment. വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവൻ പ്രവചിച്ചു. So he knew everything. അവനെല്ലാം അറിയാമായിരുന്നു. He's not like any other prophet. Many prophets they know by part. എല്ലാ പ്രവാചകന്മാരും അംശമായിട്ട് മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അവനൊരു സാധാരണ പ്രവാചകൻ, അത്തരത്തിലുള്ള ഒരു പ്രവാചകൻ ആയിരുന്നില്ല. But Jesus is the only prophet who knows everything and all things. എന്നാൽ യേശു ക്രിസ്തു എന്ന പ്രവാചകൻ മാത്രമാണ് സകലവും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പ്രവാചകൻ. Hebrews 4:13 says everything is naked before his eyes. എബ്രായർക്കെഴുതിയ ലേഖനം 4-13 വചനം പറയുന്ന സകലതും അവന്റെ മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. He knows about you. നിങ്ങളെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. Even the things you don't know about you, he knows. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും അവന് നിങ്ങളെക്കുറിച്ച് അറിയാം. Hallelujah. ഹല്ലേലൂയ. Coming to the next one. അടുത്തതിലേക്ക് നമുക്ക് വരാം. 75. 75 Rabbi. റബി, ഗുരു. Jesus on earth, he was known as a rabbi. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താൻ അറിയപ്പെട്ടത് റബ്ബി എന്ന പേരിലായിരുന്നു. In his days there were a lot of rabbis. ആ കാലഘട്ടത്തിൽ ധാരാളം റബ്ബിമാരുണ്ടായിരുന്നു. And they taught the word. അവർ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. They were the keepers of wisdom and knowledge. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും പരിപാലകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവരായിരുന്നു. And people always respected rabbis. ഇത്തരത്തിലുള്ള റബ്ബിമാരെ ജനം എല്ലാ കാലത്തും ബഹുമാനിച്ചു. And now here when Jesus came, he was an accepted rabbi. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പരക്കെ അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു റബ്ബി ആയിരുന്നു. He was so recognized and approved that even the rabbis of the day came to clarify their doubts with this rabbi. അന്നത്തെ കാലത്തുണ്ടായിരുന്ന മറ്റ് റബ്ബിമാർ വന്നിട്ട് കാര്യങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി സമീപിക്കത്തക്ക വിധത്തിൽ യേശു കർത്താവ് ആ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു റബ്ബിയായിരുന്നു. For example, Nicodemus, he came during the night to clarify his doubts. ഉദാഹരണമായിട്ട് അർദ്ധരാത്രിയിൽ നിക്കോദമോസ് എന്ന് പറയുന്ന റബ്ബി യേശുവിനെ കാണുവാൻ തന്റെ സംശയ നിവാരണം നടത്തുവാൻ വേണ്ടി വരുന്നു. And you can see in many other occasions people coming to clarify their doubts. നമുക്ക് ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും ജനങ്ങൾ ഇതുപോലെ യേശുവിന്റെ അടുക്കൽ സംശയ നിവാരണത്തിന് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Because he is the ultimate teacher. കാരണം അവനാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്നുള്ളത്. He knows everything. അവനെല്ലാം അറിയാം. He can teach you anything. അവൻ എന്തും പഠിപ്പിക്കാം. He knows theology. അവന് തിയോളജി അറിയാം. He knows meteorology. അവന് ഭൗതിക ശാസ്ത്രം അറിയാം. He knows physiology. അവന് ശാരീരിക ശാസ്ത്രം അറിയാം. He knows all ologies. എല്ലാ ഓളജികളും അവനറിയാം. Hallelujah. ഹല്ലേലൂയ. Now coming to 76th one. ഇനി 76ാമത്തേലേക്ക് നമുക്ക് വരാം. He is resurrection. അവൻ പുനരുത്ഥാനമാകുന്നു. John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11 25 and 26. 25 26. Jesus said, I am the resurrection. യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനമാകുന്നു. Because the one who believes in me will live. കാരണം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Even if
the person who believes in the Lord Jesus dies, he will live. യേശുവെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരിച്ചു പോയാലും അയാൾ ജീവിക്കും. Because Jesus is the resurrection. കാരണം യേശുവാണ് പുനരുത്ഥാനം. And to prove that, he himself died and he rose up back again to life. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവനിലേക്ക് But പ്രവേശിച്ചിരിക്കുന്നത്. did you notice something? Even before Jesus ever died and rose up back to life, he declared that he was resurrection. അതിനു വേണ്ടിയിട്ട് യേശു കർത്താവ് മരിക്കുന്നതിനും ഉയർത്തെഴുന്നേൽക്കുന്നതിനും ഒക്കെ മുൻപ് തന്നെ താൻ പുനരുത്ഥാനമാണ് എന്ന് അവൻ പ്രഖ്യാപിച്ചു. Because he was sure that he had the power of resurrection. കാരണം അവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി അവന്റെ മേലുണ്ട് എന്ന കാര്യത്തിൽ അവന് ഉറപ്പുണ്ടായിരുന്നു. Everything that Jesus did, he did with absolute assurance. ഓർക്കുക, യേശു കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായ ഉറപ്പോടുകൂടിയാണ് അവൻ ചെയ്തത്. Without any assurance, without any clarity, he never did anything. ഓർക്കുക, ഉറപ്പില്ലാതെയോ വ്യക്തതയില്ലാതെയോ അവൻ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. Shout hallelujah. ചേർന്ന് ഹല്ലേലൂയ പറ. Meaning, this is the message: even if you die and if you believe in him today, you will live. അതിന്റെ അർത്ഥം, ഇപ്പോൾ വിശ്വസിക്കുക, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചു, പക്ഷെ നിങ്ങൾ മരിച്ചു എന്ന് കരുതുക, എങ്കിലും നിങ്ങൾ ജീവിക്കും. Because he will send his resurrection power one day so that you will come back to life. കാരണം അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഒരു ദിവസം അയച്ച് അവൻ നിങ്ങളെ വീണ്ടും ജീവനിലേക്ക് പ്രവേശിപ്പിക്കും. That is what is written in Romans 8 and verse number 9. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-9 വചനത്തിൽ കാണുന്നത്. There we read, if the spirit of him who raised the mortal body of Christ back to life is residing in you, dwelling in you, the same spirit one day will resurrect your mortal bodies. അവർക്ക് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന മർത്യ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളെയും ഒരു ദിവസം അവൻ ജീവിപ്പിക്കും. Hallelujah. ഹല്ലേലൂയ. Because he is the resurrection. കാരണം അവൻ പുനരുത്ഥാനമാകുന്നു. Coming to the next one, അടുത്തതിലേക്ക് നമുക്ക് വരാം. 77. Righteous one. നീതിമാൻ. He is the righteous one. ഓർക്കുക, അവൻ നീതിമാനാകുന്നു. Acts of the Apostles chapter 7 verse number 52. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അതിന്റെ 52 വചനം. The Bible says there is no one righteous in this world. ബൈബിൾ പറയുന്നു, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. But Jesus Christ is the only righteous one. എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് നീതിമാൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളത്. Hallelujah. ഹല്ലേലൂയ. Because he was having the right stand with God and with man. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തോടും മനുഷ്യരോടും നേരായ നിലപാടുള്ള നീതിയുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ സാധിക്കുന്നത് യേശുവിന് മാത്രമാണ്. Today, if we want to become righteous, we have to receive his righteousness in exchange of all the filthy rags that we have. എന്നാൽ ഇന്ന് നാം നീതിമാന്മാരായി തീരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക മാർഗം എന്നുള്ളത് നമ്മുടെ പാപപങ്കിലമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും ക്രൂശിലേക്ക് കൊടുത്തിട്ട് ക്രിസ്തുവിൽ നിന്ന് അവന്റെ നീതീകരണം നാം സ്വീകരിക്കുകയാണ് വേണ്ടത്. Hallelujah. ഹല്ലേലൂയ. Because he is the only righteous one. കാരണം അവൻ മാത്രമാണ് ഒരേ ഒരു And നീതിമാൻ. by faith we can receive his righteousness. വിശ്വാസത്താൽ നമുക്കും അവന്റെ നീതിയെ സ്വീകരിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. So he is the giver of righteousness to everyone. അതുകൊണ്ട് അവൻ എല്ലാവർക്കും നീതി നൽകുന്ന, നീതീകരണം നടത്തുന്ന വ്യക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. There was no sin in his life. അവന്റെ ജീവിതത്തിൽ There പാപമില്ലായിരുന്നു. was no blemish in his life. അവനിൽ യാതൊരു കറയുമില്ല. There was no impurity in his life. അവനിൽ യാതൊരു മാലിന്യവുമില്ല. Hallelujah. Hallelujah. He is perfectly holy. അവൻ പരിപൂർണമായിട്ടും വിശുദ്ധനാണ്. And into our unholiness, into our unrighteousness, he can give his righteousness. He can even garment us. He can even clothe us with the garment of righteousness. ഓർക്കുക, നമ്മുടെ അനീതികളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പാപപങ്കിലമായ പ്രവൃത്തികളും എല്ലാം നമുക്ക് അവനിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ്റെ നീതീകരണം, അവൻ്റെ നീതിയെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. എന്തിനു പറയണം, നീതി എന്ന് പറയുന്ന ആ പുതിയൊരു വസ്ത്രം തന്നെ അവൻ നിന്ന് നമുക്ക് ഏറ്റെടുത്ത് അണിയുവാൻ സാധിക്കും. Amen. Amen. The next one, 78. അടുത്തത് 78-ാമത്തേതാണ് Rock. പാറ.
1 Corinthians chapter 10 verse number 4. 1 കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വചനം. In chapter 10 of the 1 Corinthians, Paul is talking about the people of Israel who were in wilderness. അവിടെ പൗലോസ് പരാമർശിച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്ന അവരുടെ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. And everything that happened in the wilderness with the people of Israel is a shadow of the things to come, what is happening with us in the New Testament. അവിടെ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അവിടെ സംഭവിച്ച സകല കാര്യങ്ങളും അത് പുതിയ നിയമത്തിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളുടെ നിഴലായി സംഭവിച്ചതാണ് എന്നാണ് പൗലോസ് പറയുന്നത്. For example, in the wilderness sometimes they were so thirsty and there was no water. ഉദാഹരണമായിട്ട് ആ മരുഭൂമി യാത്രയിൽ പലപ്പോഴും അവർ വളരെ ദാഹമുള്ളവരും അവർക്ക് വെള്ളമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുമായിരുന്നു. And God started giving them water from rock. എന്നാൽ ദൈവം അവർക്ക് പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുവാൻ ആരംഭിച്ചു. And in those days they drank from a rock, and Paul says that rock was Christ. ആ കാലഘട്ടങ്ങളിൽ അവർ വെള്ളം കുടിച്ചിരുന്നത് ഒരു പാറയിൽ നിന്നായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു ആ പാറ ക്രിസ്തുവാകുന്നു. And he specifically says that they drank of that spiritual rock. വളരെ വ്യക്തമായിട്ട് താൻ പറയുന്നത് ആ ആത്മീക പാറയിൽ നിന്നായിരുന്നു അവർ കുടിച്ചിരുന്നത്. And that rock always followed them. അത് മാത്രമല്ല ആ ആത്മീയ പാറ എല്ലായ്പ്പോഴും അവരെ മരുഭൂമിയിൽ അനുഗമിച്ചിരുന്നു. And that rock was Christ. ആ പാറ ക്രിസ്തുവായിരുന്നു. I don't know how it happened. Maybe that rock was moving along with them. I don't know. അത് എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഒരു പക്ഷേ അവരോടൊപ്പം അത് സഞ്ചരിച്ച് കാണുമായിരിക്കും. But the fact is that in the New Testament, Jesus Christ is our rock. എന്നാൽ സത്യം ഇതാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവാണ് നമ്മുടെ പാറ എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. A rock we can count on. ഒരു പാറയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. Because it is so solid and strong. കാരണം അത് വളരെ ദൃഢവും അതുപോലെ തന്നെ ബലവുമുള്ളതാണ്. So we can count on Christ because he will never change. ഇതുപോലെ തന്നെ നമുക്ക് ക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിക്കാം, കാരണം അവൻ ഒരിക്കലും മാറ്റം വരുന്നില്ല. And people, the huge buildings, skyscrapers, etc., the people want to put their footing, the piling upon the rock. അതുപോലെ തന്നെ വലിയ വലിയ നിർമ്മാണ പ്രക്രിയ നടത്തുന്നവർ, വലിയ കെട്ടിടങ്ങൾ പണിയുന്നവർ, അവരുടെ കെട്ടിടത്തിന്റെ കാല് അതിന്റെ ഫൂട്ട് വന്ന് നിൽക്കുന്നത് ഒരു പാറമേലായിരിക്കണം എന്ന് അവർ കരുതുന്നു. Hallelujah. Hallelujah. So upon a rock we can build our foundation. അതുകൊണ്ട് ഒരു പാറയുടെ പുറത്ത് നമുക്ക് നമ്മുടെ അടിസ്ഥാനത്തെ പണിയുവാൻ സാധിക്കും. The wise man built his house upon the rock. ബുദ്ധിമാനായ മനുഷ്യൻ പാറമേൽ വീട് പണിതു. See, if you are a wise man, wise woman, you have to build your life upon the rock, Christ. Amen. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമാനായ ഒരു സ്ത്രീയാണ്, പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പണിയുന്നത് ഈ പാറമേൽ, ക്രിസ്തു എന്ന പാറമേലായിരിക്കണം. Because he will never be shaken. കാരണം അവൻ ഒരിക്കലും ചലനം ഉണ്ടാകുന്നില്ല. Wind may come, കാറ്റ് ഒരുപക്ഷെ വന്നെന്നിരിക്കും, and rain may fall, അല്ലെങ്കിൽ മഴ പെയ്തെന്നിരിക്കും, a flood may come, വെള്ളപ്പൊക്കം ഉണ്ടായെന്നിരിക്കാം, it can beat against the house, ഇതെല്ലാം വീടിന് നേരെ വന്ന് ആഞ്ഞടിച്ചേക്കാം. there could be adverse circumstances, അതുപോലെ തന്നെ വിപരീതമായിട്ടുള്ള ബുദ്ധിമുട്ടിന്റെ സമയങ്ങൾ ഉണ്ടായെന്നിരിക്കാം. but if you are built upon, if your life is built upon the rock that is Christ, you will never collapse. Your life will never collapse. എന്നാൽ നിങ്ങൾ ആ പാറമേൽ അടിസ്ഥാനപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനം ഒരിക്കലും വീണു പോകുകയില്ല. Hallelujah. ഹല്ലേലൂയ. He is the rock. അവൻ നിങ്ങളുടെ പാറയാകുന്നു. And he is the rock of ages. അത് മാത്രമല്ല അവൻ യുഗങ്ങളുടെ That പാറയുമാണ്. means he never changes even his ages are passing by. അതിന്റെ അർത്ഥം എത്ര കാലഘട്ടം കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. Hallelujah. ഹല്ലേലൂയ. Amen. Amen. Today, being Friday, we have healing crusade. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, ഇന്ന് നമുക്ക് ഹീലിംഗ് ക്രൂസേഡ് ഉണ്ട്. I believe the Lord will help us to witness a lot of miracles today. ഇന്ന് കർത്താവ് ഒത്തിരി അത്ഭുതകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്.
Hallelujah. ഹല്ലേലൂയ. Shall we listen to one testimony now? നമുക്ക് ഈ സമയത്ത് ഒരു ടെസ്റ്റിമണി കേൾക്കാം. പ്രൈസ് ദി ലോർഡ് ബ്രദർ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. 2015 നവംബറിൽ ഞാൻ പ്രേയർ ഡയറിയിൽ എഴുതി വെച്ചൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു എനിക്കൊരു ജോലി വേണമെന്ന്. ഒരു ക്ലിനിക്കിലെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷെ കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ ഡയറി വായിച്ചിട്ടില്ല. കഴിഞ്ഞ സൺഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ പ്രേയർ ഡയറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഡയറി എടുത്തു നോക്കുന്നത്. 2015 നവംബറിൽ എഴുതിയ പ്രാർത്ഥനാ വിഷയം 2017 നവംബർ 5 എനിക്ക് കുവൈറ്റ് KOC ഹോസ്പിറ്റലിൽ ANM നേഴ്സായി ജോലി കിട്ടി. Wonderful. ബ്ലെസ്സിംഗ് സെന്ററിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. അന്നും പ്രേയർ ഡയറിയെ പറ്റി ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ 7 ദിവസം നടന്ന ഫാസ്റ്റിംഗ് പ്രേയർ കൊച്ചിയിൽ വന്ന് ഓരോ മീറ്റിങ്ങും നേരിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ഫീലായിരുന്നു ആ ഫാസ്റ്റിംഗ് ഡേയ്സ്. ഓരോ ദിവസവും പുതിയ ഉണർവും പുതിയ ബലവുമാണ് കിട്ടിയത്. സകല മാനവും മഹത്വവും എൻ്റെ ദൈവത്തിന് നൽകുന്നു. ആമേൻ. Hallelujah. ഹല്ലേലൂയ. We have heard hundreds and hundreds of testimonies ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ നാം കേൾക്കുന്നുണ്ട്. from people using prayer diaries. ജനങ്ങൾ പ്രാർത്ഥനാ ഡയറികൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ്. By the grace of God, we have my prayer diary in 4 different languages. ദൈവത്തിന്റെ കൃപയാൽ ഇന്നിപ്പോൾ നമുക്ക് 4 വ്യത്യസ്തമായ ഭാഷകളിൽ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന We have English, Hindi, Tamil and Malayalam. നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലാണ് ഈ പുസ്തകം. If you want a copy, just go to Amazon and you can get the copies. നിങ്ങൾക്ക് അതിന്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിൽ ചെന്ന് നിങ്ങൾക്ക് അതിന്റെ കോപ്പി കരസ്ഥമാക്കാം. Hard copies and e-book version are available. അതുപോലെ തന്നെ ഹാർഡ് കോപ്പിയും അതുപോലെ അതിന്റെ e-book വേർഷനും അവൈലബിൾ ആണ്. Let's pray now. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father, I bless your people once again. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ജനത്തെ ഞാൻ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Right now, Lord, stretch forth your hands and heal your people. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ കൈകൾ നീട്ടി ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. People having problems inside their belly, inside their stomach, the Lord is healing. ഇപ്പോൾ വയറിനകത്ത് പ്രശ്നങ്ങളുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ അതിശക്തമായ വിധത്തിൽ The Lord is healing internal organs. കർത്താവ് ആന്തരികമായ ചില അവയവങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. Could be liver, uterus, or ovaries, pancreas, gallbladder, intestines, wherever there is a problem. Jesus is fixing it now. ഈ സമയത്ത് നിങ്ങളുടെ വയറിനകത്ത് ഏതെങ്കിലും പ്രശ്നങ്ങൾ പാൻക്രിയാസിലോ ഇൻഡസ്റ്റൈനകത്തോ കുടലിലോ വൻകുടലിലോ ചെറുകുടലിലോ എവിടെയാണ് പ്രശ്നമുണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ തന്നെ അതിനെ പരിഹരിക്കുകയാണ്. Receive your healing in Jesus' name. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിച്ചാലും. Hallelujah. Hallelujah. And wherever you need a deliverance, answer to prayers, just believe, stretch forth your hands and by faith receive it. എപ്പോഴൊക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു സൗഖ്യം വേണമെങ്കിലും ഇപ്പോൾ വിശ്വാസത്തോടെ കൈകൾ നീട്ടിക്കൊണ്ട് ആ ഭാഗത്തേക്കുള്ള സൗഖ്യത്തെ സ്വീകരിച്ചാലും. Thank you, Lord, for blessing your people. അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. I feel some childless couples are going to receive your children. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. Thank you, Lord. നന്ദി യേശുവേ. Amen. Amen. So I expect you there for the healing crusade. You can come on Zoom or YouTube or Facebook. നിങ്ങളെയും ഗ്ലോബൽ സൂം മീറ്റിംഗിലേക്ക് ഇന്ന് വൈകുന്നേരം നടക്കുന്ന മീറ്റിംഗിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഒന്നിലേക്ക് സൂമിൽ വരിക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണക്റ്റഡ് ആവുക. And you can share your testimonies. നിങ്ങളുടെ ടെസ്റ്റിമണികൾ ഷെയർ ചെയ്യാൻ സാധിക്കും. God bless you all. See you tomorrow. Bye bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ. യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഓ യേശുനാഥാ, ഓ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ, എൻ്റെ കോട്ടയും നീ, എൻ്റെ കോട്ടയും നീ മാത്രമേ.